ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 8 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്കൂളില്ലാത്ത കാരണം കൊണ്ട് നേരം വൈകി എണിച്ചാൽ മതിയല്ലോ. എണിച്ച് വന്നതേ എനിക്കെന്തോ ഉറക്കം മതിയാവാത്ത പോലെ, ഒരു കൊല്ലം ഉറങ്ങാത്ത ഉറക്കമുണ്ട്. അതുപോലെയാണ് എൻ്റെ കണ്ണിൻ്റെ അവസ്ഥയൊക്കെ. അപ്പോൾ ക്ഷീണം മാറാനായിട്ട് ഞാൻ ആദ്യം ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ചു. പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ചെടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബൊഗേൺവില്ലയാണ് വാങ്ങിച്ചത്. രാവിലെ നോക്കുമ്പോൾ അതിൽ പകുതിയിലധികം പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് പൂക്കൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ വാങ്ങിയത് എന്താ വെച്ചാൽ ഒരു ചാമ്പയ്ക്ക തൈയാണ്. അമ്പാടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചാമ്പയ്ക്കയാണ്. അപ്പോൾ ഇതൊന്നും ഇവിടെ നമ്മൾ കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങാതെ ഈ വക സംഭവങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വരുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തൈ വാങ്ങിയിട്ട് വരുന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ അത് വലുതാകുമ്പോഴെങ്കിലും ഉണ്ടാകുമ്പോൾ ഇവർക്ക് കഴിക്കാമല്ലോ. അപ്പോൾ പിന്നെ രാവിലെ തന്നെ അമ്പൂ നേരത്തെ എണിച്ച് വന്നിട്ട് എന്നെ സഹായിക്കാനായിട്ട് കൂടെ ഉണ്ട് കേട്ടോ. അവനതിൽ ആദ്യം ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇന്നലെ തന്നെ കുഴിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ എണിച്ച് അധികം ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളത് അതൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ കുഴി കുറച്ച് വലുതായോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. എന്ന് വെച്ചാൽ കമ്പൊക്കെ ഉള്ളിൽ പോയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വലുതായിട്ട് വേണം അമ്പൂല് ഇതൊന്ന് ചാമ്പയ്ക്ക പൊട്ടിച്ച് കഴിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ഇടയിലാണ് നമ്മൾ സൂര്യകാന്തിയിൽ 2-3 പൂക്കളൊക്കെ വേറെ വന്നത് നോക്കിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവൻ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.